ഈ വർഷം 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാം കഴിഞ്ഞ് എത്ര പേര് ഡയറക്റ്റായി 10ാം ക്ലാസ്സിലേക്ക് എത്തും? മിക്കവാറും ഒരു 60 to 40% ആളുകളും റീടെസ്റ്റ് നടത്തി വിജയിച്ചാൽ മാത്രമേ എവിടേക്ക് എത്തുള്ളൂ 10ാം ക്ലാസ്സിൽ. കാരണം ഓൾ പാസ് സിസ്റ്റം ഇല്ല. കാരണം ഞാൻ ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഒരു 40% ആളുകൾ തോൽക്കുന്നു പറയാൻ കാരണം നിങ്ങളെ ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ചോദ്യ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കഴിഞ്ഞ വർഷം സിലബസ് മാറി, പുതിയ ചോദ്യങ്ങൾ വന്നു. ഈ പുതിയ ചോദ്യങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്താ നമ്മളോട് പറയുന്നത്? കുട്ടികളുടെ പഠന മികവ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ശരി തന്നെയാണ്, ചോദ്യം നല്ല ചോദ്യമാണ്, കൃത്യമായി കണ്ടന്റ് വൈസുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ ചോദ്യം എഴുതാൻ ഇത്തരം ചോദ്യങ്ങൾ കൊടുത്തിട്ട് അത് എഴുതാൻ നമ്മളെ കുട്ടികളെ പ്രാപ്തമാക്കിയിട്ടുണ്ടോ ക്ലാസ്സിലെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ പ്രാപ്തമാക്കാൻ നമ്മുടെ സ്കൂളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇവർ ഉറപ്പുവരുത്തണ്ടേ? എക്സാമിന് സമയത്ത് ഇത്തരത്തിലുള്ള ടഫസ്റ്റ് ആയ ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം നമ്മളെ വിദ്യാർത്ഥികളുടെ മികവ് ഉയരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. സംഭവം ശരി തന്നെയാണ്. ചോദ്യ പേപ്പർ മാറട്ടെ, പുതിയ ചോദ്യങ്ങൾ വരട്ടെ, പുതിയ ക്വസ്റ്റ്യൻ രീതികൾ വരട്ടെ. പക്ഷേ അതൊക്കെ വരുമ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ നമ്മളെ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിർത്തണം എന്ന ഉത്തരവാദിത്തമായിരിക്കാം. അത് ഈ പറഞ്ഞ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിലും ടീച്ചേഴ്സും തന്നെയല്ലേ? അത് കൃത്യമായി നടക്കുന്നുണ്ടോ? ഞാനത് ഇല്ല എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ ഈ കാണുന്നതിലേക്ക് നമ്മൾ ഇന്ന് ചോദിച്ച ക്രിസ്മസ് എക്സാമിന് ചോദിച്ച പുതിയ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദ്യങ്ങൾ എത്ര പേര് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന യൂണിറ്റ് ടെസ്റ്റുകളിൽ അത് ചോദിച്ചിട്ടുണ്ട്? ഇതിന്റെ ഒറ്റ ഉത്തരം നിങ്ങൾ എനിക്ക് താഴെ കമന്റ് നിങ്ങൾ ചെയ്താൽ മതി. വീഡിയോ നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ സ്കൂളുകളിൽ നടത്തിയ യൂണിറ്റ് എക്സാമുകളിൽ എത്ര സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകിയിട്ടുണ്ട്? 99% സ്കൂളുകളിലും നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റുകളെ ചോദ്യങ്ങൾ വാട്ട്, വിച്ച്, വേറെ എന്ന് പറയുന്ന സാധാരണ നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഈ ഡയറക്റ്റ് ചോദ്യങ്ങൾ കൃത്യമായി എഴുതി പോകുന്ന കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ കണ്ടാൽ, പുതിയ ചോദ്യ പാറ്റേണിലെ ചോദ്യങ്ങൾ കണ്ടാൽ എങ്ങനെ കറക്റ്റ് ഉത്തരം എഴുതാൻ സാധിക്കും? അവർ കഴിയില്ല. കാരണം അവർ കൺഫ്യൂസ് ആവും. ഇതാണോ ശരി, ഇത് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ കുട്ടിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യ പേപ്പർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കുട്ടിയെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയ കാര്യം, നിങ്ങൾ ഇടാൻ വേണ്ടി പോകുന്ന ചോദ്യത്തിന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായി ഈ കുട്ടികൾ കൊടുക്കണം. കാരണം 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇവർ. 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഓൾ പാസ് സിസ്റ്റം ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട്. 35% മാർക്കില്ലാതെ നിങ്ങൾ ഒരാളും എവിടേക്ക് എത്തൂല? 10ാം ക്ലാസ്സിലേക്ക് എത്തൂല. ഈ വെക്കേഷൻ സമയത്ത്, പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സൊക്കെ കളിച്ചും ചിരിച്ചും വെക്കേഷൻ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ വീണ്ടും 8ാം ക്ലാസ്സിൽ നിന്ന് റെമഡിയൽ ക്ലാസ്സിൽ ഇരുന്ന് വീണ്ടും എക്സാം എഴുതി അതിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വിടുള്ളൂ. ഇല്ല, എന്താ സംഭവിക്കുക? വീണ്ടും നിങ്ങൾ റെമഡിയൽ ക്ലാസ് ഇരിക്കും, വീണ്ടും നിങ്ങൾ റീടെസ്റ്റ് ചെയ്തും. അന്ന് ഇങ്ങനെ റീടെസ്റ്റ് ചെയ്ത് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള പുതിയ ചോദ്യങ്ങൾ, നിങ്ങൾ പുതിയ യൂണിറ്റ്, പുതിയ പ്രാക്ടീസ് കോഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് കൃത്യമായി വിദ്യാഭ്യാസം ഏറ്റവും ബേസിക്, അത് കുട്ടികളുടെ അവകാശമാണ്, കുട്ടിക്ക് ഏറ്റവും അടിസ്ഥാനമായി കിട്ടേണ്ട കാര്യമാണ്. നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഈ പുതിയ ചോദ്യ പാറ്റേൺ, ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായി അധ്യാപകരെ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുപ്പിക്കണം. അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ പഠന മികവ് ഉയർത്തുക എന്ന് പറഞ്ഞിട്ട് ചോദ്യ പേപ്പർ ടഫാക്കുന്ന പരിപാടിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ഓണപ്പരീക്ഷ ശേഷം എജുപോളിലെ കുട്ടികൾ ഞങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്തൊരു കാര്യത, ഈ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ എക്സാമിന് ഓരോ എക്സാം പേപ്പർ കഴിഞ്ഞപ്പോൾ നമ്മളെ കുട്ടികളോട് ചോദിക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ല സാറേ, നമ്മൾ അത്യാവശ്യം നന്നായി എഴുതിയിട്ടുണ്ട്. എത്ര വലിയ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മളെ കുട്ടികൾ അവരെന്താ പറയുക, ഇല്ല കുഴപ്പമില്ല സാർ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളെ ലൈവ് മാത്രം കാണുന്ന കുട്ടികളോട് റിവ്യൂ ചോദിച്ചാലോ അവർ ഭയങ്കര ടഫ് എന്ന് പറയാം. അപ്പം ഞങ്ങൾ തന്നെ ആകെ കൺഫ്യൂഷൻ, ശരിക്കും ആര് പറയുന്നതാണ് ശരി? അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കറക്റ്റ് മനസ്സിലായത്, പുതിയ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടികൾക്ക് ഇതിപ്പോഴും ടഫ് തന്നെയാണ് പരീക്ഷ. കൃത്യമായ രീതിയിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എനിക്കൊന്ന് പാസ്സാണോ. കാരണം ഈ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വരാൻ എനിക്ക് കാത്തു നിൽക്കേണ്ട, എനിക്കറിയാം എനിക്ക് എത്ര മാർക്കാണ് കിട്ടിയത്. അങ്ങനെ നിങ്ങൾ കൃത്യമായി ഒരു റീത്തിങ്ക് നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ ഞങ്ങൾ റെഡിയാണ്. കാരണം എജുപോളിന്റെ ബൂസ്റ്റർ ബാച്ചിന്റെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരമുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മളെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു എക്സാം ഒരു ടഫും ഇല്ല, അവർ ഈസി എഴുതിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് പെടണമെങ്കിൽ താഴെ ഞാൻ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾ അത് ലിങ്ക് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ നമ്മുടെ ബാച്ചിൽ രജിസ്റ്റർ ചെയ്യുക. കറക്റ്റ് നമ്മളെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നു വേണ്ട, നിങ്ങൾക്ക് ഇനി നമ്മളെ ബാച്ചിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ എജുപോളിന്റെ ആപ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾ ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ഫ്രീ ആ, അതൊന്ന് കയറി നോക്കി നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കി, നിങ്ങൾ അതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ക്വിസ് നമ്മൾ നോക്കുക. നിങ്ങൾ ഇവിടെ MCQ കാണുന്ന മാസ്റ്റർ ഫോളോയിങ് ചോദ്യങ്ങളും ഫിൽ ഇൻ ദ ബ്ലാങ്കും അസംഷനും റീസണും അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ഉണ്ട്. കൃത്യമായി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുട്ടിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഞാൻ എന്തുകൊണ്ടാണ് 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷം 10ലേക്ക് പോകാൻ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് മിനിമം മാർക്ക് 35% മാർക്കില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും, ഇരുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കും. ഇതിന്റെ രണ്ടാമതൊരു സങ്കടം, പൂർണ്ണമായി നിങ്ങളെ കുറ്റം പറയാനും കഴിയില്ല. കാരണം പുതിയ ചോദ്യ പാറ്റേൺ പെട്ടെന്നൊരു സ്വിച്ച് മാറ്റിയതാ.
അതിനെ പ്രാപ്തമാക്കാൻ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ നിങ്ങളെ സ്കൂളുകളിൽ നിന്ന് കൃത്യമായി ഡിസ്കസ് ചെയ്തില്ല എന്നൊരു സങ്കടം അവിടെയുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട ഒരു സംവിധാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക. നമ്മളെ ബാച്ചിൽ കൃത്യമായി പുതിയ ചോദ്യങ്ങളും ക്ലാസ്സുകളും തന്നുകൊണ്ട് നിങ്ങളൊരു അടുത്ത എക്സാമിന് എഴുതാൻ പ്രിപ്പയർ ആക്കാമെന്ന് മാത്രമല്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, നിങ്ങളുടെ സ്കൂളിൽ നടത്തിയ യൂണിറ്റ് ടെസ്റ്റുകൾ പുതിയ ചോദ്യ പാറ്റേൺ വെച്ച് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ശബ്ദം കൃത്യമായി ഉയർത്താൻ സമയമാണിത്. സോ നമുക്ക് നോക്കാം പുതിയ മാറ്റങ്ങളിലൂടെ ഈ വരാനിരിക്കുന്ന പരീക്ഷകളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം. നമുക്ക് ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് കൃത്യമായി ഇതിൽ പുതിയ ചോദ്യ പാറ്റേണുകളും പുതിയ ചോദ്യ രീതികളും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ലൊരു ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടികൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പഠനത്തെ നിങ്ങൾ വീണ്ടും സീരിയസ് ആയി കാണുക. പരീക്ഷകൾ ഇനിയും ടഫായി കൊണ്ട് കാണുക. 9ാം ക്ലാസ്സാണ്, അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് പോവാണ്. ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കേണ്ടത് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.